വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാടൻ ഹോട്ടൽ രുചിയിലുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ദോശമാവൊന്നും ചേർത്തിട്ടില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം ദോശമാവില്ലാത്തവർക്കും ഇതുപോലെ ചെയ്താൽ ഹോട്ടൽ സ്റ്റൈലിലുള്ള പഴംപൊരി നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മൈദ എടുക്കാം. ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു ബൗളിനെ കണക്കാക്കിയിട്ടാണ് മൈദ എടുത്തിട്ടുള്ളത്. അതേ ബൗളിന് തന്നെ ഒരു 1/4 ബൗള് അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുത്തതല്ല, ആവശ്യത്തിന് പഴുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഴം പച്ചച്ചൊവ്വ മാറാത്ത പഴമാണെങ്കിൽ നല്ലോണം മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് ചേർക്കരുത്, അപ്പോൾ നമ്മളെ പഴംപൊരിയുടെ മുകൾ ഭാഗം പെട്ടെന്ന് അങ്ങ് ചുവന്ന് വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അതേ ബൗളിന് തന്നെ ഒരു 1/2 ബൗള് തൈരും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. പുളിയുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഴം പൊരിച്ച് കഴിഞ്ഞാൽ ആ പുളിയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് മാവ് റെഡിയാക്കി എടുക്കുക. നല്ല തിക്കായിട്ടുള്ള മാവാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സാക്കിയിട്ട് ബാറ്റർ റെഡിയാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു ബൗൾ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ബൗളിൽ 200 ഗ്രാം മൈദയാണ് കൊള്ളുന്നത്. അപ്പോൾ 200 ഗ്രാം മൈദയിലേക്ക് ഒരു 50 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ബൗള് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നമ്മൾ അത് കുഴച്ച് നമ്മൾ ആ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെയാണ് മാവിരിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഈ ഒരു ബാറ്ററിൻ്റെ പ്രത്യേകത, നമ്മൾ സാധാരണ ദോശമാവ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ പഴം ഒന്ന് കട്ട് ചെയ്ത് എണ്ണ ചൂടായി വരുന്ന അത്രയും സമയം നമുക്ക് വേണ്ടതേ ഉള്ളൂ. അത്രയും സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാം. ഇനിയിപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂണ് അപ്പക്കാരം, അതായത് നമ്മളെ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിലൊക്കെ മിക്കവാറും ഉണ്ടാകുന്നൊരു സാധനമാണിത്, അപ്പക്കാരം. 1/2 ടീസ്പൂൺ അത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വേണം നമ്മളെ ബാറ്റർ ഇരിക്കാനായിട്ട്. നല്ല കുഴഞ്ഞിട്ടുള്ളൊരു ബാറ്റർ ആവണം, എന്നാലേ ഇത് പഴത്തിൽ പിടിച്ചിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഴം ഇതിൽ മുക്കിയെടുത്ത് ഇടുന്ന സമയത്ത് ബാറ്റർ അതിൽ നിന്ന് വിട്ടുപോകും. പിന്നെ നമുക്കിതിലേക്കുള്ള പഴം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പഴമാണ് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ടൊരു 4 പീസ് അത്രയും നമ്മൾ പഴമാക്കേണ്ടതുള്ളൂ, നീളത്തിലാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിൽ വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ പഴം ആദ്യം ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് പിന്നെ ചെറുതാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 8 പീസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് 2 പഴത്തിന്. ഇനി നല്ലതുപോലെ തിളച്ച എണ്ണയിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള എണ്ണ ആയിരിക്കണം. നല്ല ചൂടായിരിക്കണം എണ്ണ. എന്നിട്ട് അതിനകത്തേക്ക് ഇതുപോലെ നമ്മൾ മാവിൽ മുക്കിയ പഴം ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് താഴെ പോയിട്ട് ഇതുപോലെ പൊങ്ങി വരും. നല്ല വീർത്ത് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. തീ കൂട്ടിയിട്ട് വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് 2 ഭാഗവും നല്ല ഗോൾഡൻ കളറായിട്ട് വരും. നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അതിനകത്തേക്ക്. ചേർക്കാതെ തന്നെ ഇത് നല്ല പുറമേ മഞ്ഞ കളറും ഉള്ളിൽ ആ ഒരു വൈറ്റ് കളർ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറായിരിക്കും ഈ പഴംപൊരിക്ക് ഉണ്ടാവുക. തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഫ്ലഫി ആയിട്ട് വരാത്ത പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ദോശമാവ് ചേർത്താലും ഇതുപോലെ വന്നോളണമെന്നില്ല. ചിലപ്പം ബാറ്റർ ചിലപ്പം കുറച്ച് സമയമൊക്കെ വെക്കുമ്പോൾ ലൂസായി പോവുകയൊക്കെ ചെയ്യും. ഇത് നമ്മൾ ദോശമാവ് ചേർത്തിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അതിനിപ്പോൾ നമ്മൾ തൈരിന് പകരം 1/2 കപ്പ് ദോശമാവ് ചേർത്തിട്ട് 1/2 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുത്താലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴും ഇതുപോലെ കുറേ സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു റെസിപ്പി എൻ്റെ ഹസ്ബൻഡിൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അത് തട്ടുകടയിലൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്.
രണ്ട് വശവും നന്നായി ഗോൾഡൻ കളറായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടെക്സ്ചറിലും അതേ ടേസ്റ്റിലുമാണ് ഈ ഒരു പഴംപൊരി ഉണ്ടാവുക. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്, ആർക്കും ഉണ്ടാക്കാം. തൈരൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനമാണ്. ദോശമാവൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ദോശമാവൊക്കെ ഉണ്ടാക്കി വരണം. തട്ടുകടയിലൊന്നും പിന്നെ അതൊന്നും ഒരു വിഷയമല്ല, അവർക്ക് സ്ഥിരമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.